മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. വിശദമായി ചർച്ചകൾ നടത്തി കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക അംഗീകരിച്ചതായും ഇന്നുതന്നെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുമെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കണ്ണൂർ വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികയിൽ K. സുധാകരന്റെ പേരുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒരു പേരും പ്രഖ്യാപിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഹൈക്കമാൻഡാണ് എന്റെ പേരുകൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയെന്നുമായിരുന്നു മറുപടി. വിശദമായിട്ടുള്ള ചർച്ചകൾ 2-3 ദിവസം നടന്നു. സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്നലെ CEC രാഹുൽജിയുടെയും ഖാർഗെജിയുടെയും നേതൃത്വത്തിൽ സന്നിധാനത്തോടുകൂടി ചർച്ച ചെയ്ത് കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിച്ചിട്ടുണ്ട്. അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് കഴിഞ്ഞ ദിവസത്തെ പട്ടിക പ്രസിദ്ധീകരിച്ചത്. അതേപോലെ തന്നെ ഇന്ന് തന്നെ ബാക്കിയുള്ള പേരുകൾ പ്രഖ്യാപിച്ചു. അത് ഞങ്ങൾ ആരംഭം മുതൽ പറഞ്ഞു. ഹൈക്കമാൻഡാണ് തീരുമാനിച്ച പ്രഖ്യാപനം. ഒരു പേര് പ്രഖ്യാപിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഹൈക്കമാൻഡാണ് എന്റെ പേരുൾപ്പെടെ പ്രസിദ്ധീകരിച്ചത്. ഒരു പേര് പറയാൻ ഞാനിപ്പോൾ ഒരു പേരും പറയാൻ എനിക്ക് ചുമതലയില്ല, അധികാരമില്ല. ഹൈക്കമാൻഡ് ഔദ്യോഗികമായിട്ട് ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അത് സമർപ്പിച്ച് അറിയിക്കും. ഞാൻ ഇന്നലെ രാത്രി 3:30 മണിക്ക് ഫ്ലൈറ്റിൽ കയറിയതാണ്. ബാംഗ്ലൂർ വഴി ഇന്ന് മട്ടന്നൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് എന്താണ് ബാക്കി കാര്യങ്ങൾ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ നിങ്ങളിൽ നിന്നും കൂടെ മനസ്സിലാക്കുന്നു. രാവിലെ ആളുകളെ കാണട്ടെ, സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയിക്കും. ഓരോ പ്രതിസന്ധിയുമില്ല. സാധാരണ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിനേക്കാൾ അനായാസേന ഒരു പട്ടികയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. സാധാരണ ഡൽഹിയിലെ ഒരുപാട് നേതാക്കന്മാർ കേരള ഹൗസിൽ മുറിയിട്ടാണ് ഡൽഹിയിലെ ഹോട്ടലുകളിൽ തമ്പടിക്കാറുണ്ട്. ഇതാരും തന്നെ വന്നിട്ടില്ല. ഇന്ന് ഞാനും സുധീർ ദിവസം മാത്രമാണ് മട്ടന്നൂരിൽ വന്നിറങ്ങിയത്. VD സർവീസിന് ഒറ്റയ്ക്കാണ് ഇന്നലെ കൊച്ചിയിലെ രാവിലെ കൊച്ചിയിൽ വിമാനം ഇറങ്ങിയത്. ഞങ്ങൾ അവിടെയുള്ള നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടത്, ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കേണ്ടത്. MP-മാർ മത്സരിക്കുമോ എന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരമില്ലായിരുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ്, അഞ്ചരക്കണ്ടി റോഡ്, ചക്കരക്കൽ.